സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ ലക്ഷ്യമാക്കി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികനും സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക വക്താവുമായിരുന്ന ഫാദർ പോൾ തേലക്കാടിന്റെ നേതൃത്വത്തിൽ ഒരുപറ്റം വൈദികരും അൽമായരും ചേർന്ന് നിർമ്മിച്ച വ്യാജരേഖ കേസ് ഒത്തുതീർപ്പാക്കുന്നത് വരെയുള്ള തീവ്ര ശ്രമങ്ങൾ മാർ ജോസഫ് പാംബ്ലാനി ഇനിയും നടത്താനുള്ള സാധ്യതകളുണ്ട്. സീറോ മലബാർ സഭയുടെ സ്വത്ത് അട്ടിമറിക്ക് നേതൃത്വം നൽകുന്ന എറണാകുളം സുന്നഹദോസ് ബിരുദ വൈദികരുടെ നേതാവായിട്ടാണ് എപ്പിസ്കോപ്പൽ സ്ഥാനാരോഹണത്തിന് ശേഷം മെത്രാൻ എന്നുള്ള നിലയിലും അതിനു മുമ്പ് വൈദികൻ എന്നുള്ള നിലയിലും ജോസഫ് പാംബ്ലാനി തന്റെ സഹപാഠികളായ സഭാവിരുദ്ധ വൈദികർക്ക് വേണ്ടി നിലനിന്നിരുന്നത്. സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് തുടക്കത്തിൽ തന്നെ ഉയർന്നു വന്ന മാർ പാംബ്ലാനി പിന്നീട് സഭയുടെ അധികാര കേന്ദ്രങ്ങൾ ഒന്നൊന്നായി വളരെ പെട്ടെന്ന് പിടിച്ചെടുത്ത കാര്യങ്ങളൊക്കെ സഭയിൽ പാട്ടാണ്. എറണാകുളം വൈദിക കലാപത്തിന് പിന്നിൽ നിന്ന് കുറെ കാലം പ്രവർത്തിച്ചിരുന്ന മാർ പാംബ്ലാനി പിന്നീട് വൈദിക ലഹളയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തിയതായാണ് എപ്പിസ്കോപ്പൽ വികാരി ജനറൽ സ്ഥാനം പിടിച്ചെടുത്തുകൊണ്ട് നടത്തിയ നീക്കം. ആഗോള കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ നാളിതുവരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ സഭയുടെ നിയമ സംവിധാനത്തെ ആകെ വെല്ലുവിളിക്കുന്ന മാർ പാംബ്ലാനി ആഗോള സഭയിലെ രണ്ടാമത്തെ വലിയ വ്യക്തിസഭയായ സീറോ മലബാർ സഭയിൽ സൂപ്പർ മെത്രാപൊലിത്ത ചമയുകയാണല്ലോ. മാർ പാംബ്ലാനി എപ്പിസ്കോപ്പൽ അധികാരം ഏറ്റെടുത്ത് ഏറെ താമസിയാതെയാണ് കാവിൽ പുരയിടം സീറോ മലബാർ സഭയുടെ കുരിയായിലേക്കും വൈസ് ചാൻസലർ പദവിയിലേക്ക് എത്തിയത്. സഭയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ സഭയുടെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് എത്തിയ ഡോക്ടർ കാവിൽ പുരയിടം സീറോ മലബാർ സഭയിലെ ഏറെ ഉത്തരവാദിത്തമുള്ള പബ്ലിക് അഫയേഴ്സ് കമ്മീഷന്റെ സെക്രട്ടറി, സീറോ മലബാർ സഭയുടെ വക്താവ്, കൂടാതെ സഭയുടെ സിനഡ് തീരുമാനിച്ച വൈദികനെ മാറ്റി സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ആലഞ്ചേരിക്കും കേരള സഭയിലെ മെത്രാന്മാർക്കുമെതിരെ ഉണ്ടാക്കിയ വ്യാജരേഖയുടെ കേസിന്റെ നടത്തിപ്പ് വളഞ്ഞ വഴിയിലൂടെ പിടിച്ചെടുത്തതും മാർ പാംബ്ലാനി എങ്ങനെയാണോ സഭയിൽ സൂപ്പർ മെത്രാപൊലിത്ത ചമയുന്നത് അതുപോലെ വളരെ ആസൂത്രിതമായി കാവൽ പുരയിടത്തെ സൂപ്പർ അധികാര കേന്ദ്രമാക്കി. മാർ ആലഞ്ചേരിയുടെ രാജിയിലേക്ക് നടത്തിയ അട്ടിമറിക്ക് കാവൽ പുരയിടമാണ് മാർ പാംബ്ലാനിക്ക് വേണ്ടി നിന്നു എന്നുള്ളതും ചരിത്രമാണ്. പുതിയ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട മാർ തട്ടിലിനെ കൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മെത്രാനാക്കിക്കൊള്ളാമെന്നുള്ള ഉറപ്പ് വാങ്ങുന്നതിലേക്ക് ഡോക്ടർ കാവൽ പുരയിടം എത്തിയത് എങ്ങനെയാണ് എന്നുള്ളത് ചിന്തനീയം തന്നെയാണ്. സീറോ മലബാർ സഭയിലെ അൽമായ സംഘടന എന്ന വെപ്പുള്ള കത്തോലിക്ക കോൺഗ്രസിന്റെ ഡയറക്ടർ സ്ഥാനത്തേക്ക് വളരെ പെട്ടെന്നാണ് തന്റെ വൈദിക ജീവിതത്തിന്റെ മുക്കാൽ പങ്കും കേരളത്തിന് വെളിയിൽ, അതും ഭൂഖണ്ഡങ്ങൾക്ക് അപ്പുറത്ത് ജർമ്മനിയിൽ ജോലി ചെയ്തിരുന്ന ഫാദർ ഫിലിപ്പ് കവിയിൽ വളരെ പെട്ടെന്ന് എത്തിയത്. അഖില കേരള കത്തോലിക്ക കോൺഗ്രസ് AKCC കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ എന്ന പേരിൽ പരിവർത്തനം സംഭവിക്കുമ്പോൾ അദ്ദേഹം ഏഷ്യ ഭൂഖണ്ഡത്തിൽ പോലുമില്ല എന്നുള്ളതാണ് സത്യം. മാർ പാംബ്ലാനി എപ്പിസ്കോപ്പൽ വികാരി ജനറൽ എന്നുള്ള സ്ഥാനം ഏറ്റെടുത്ത് നടത്തിയതിനു ശേഷം പട്ടാഭിഷേകത്തിന് ശേഷം നടത്തിയ ഒത്തുതീർപ്പുകളുടെ നാടകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കും.